ചെടി എന്നും പറഞ്ഞ് നട്ട് നട്ട് ഈ വീട് നീ ഒരു വനമാക്കി മാറ്റോ? ഈ ചോദ്യം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ. ഈ ചെടികളുടെ പുറകെയൊക്കെ നടക്കുന്നവരെന്തായാലും ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടായിരിക്കും. എന്നോട് എന്ത് എൻ്റെ വീട്ടുകാർ ഈ ഒരു ചോദ്യം ഇതുവരെ ചോദിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചോദ്യം കേട്ടോ. അതൊക്കെ ആട്ടെ, ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ ഒരു വൃത്തിയാക്കിയേക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് കേട്ടോ. ചില നേരം എനിക്ക് തോന്നിട്ടോ ഇതെല്ലാം കൂടെ അങ്ങ് വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് വല്ല നാരകോ വല്ല ഓറഞ്ചോ കൊണ്ട് നട്ടാലോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ചിലപ്പോൾ തോന്നും വേണ്ട, 2 ചെടികൾ ഇതിൻ്റെ അകത്ത് നിന്നോട്ടെ എന്നും. ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ സ്ലൈറ്റൊക്കെ പണ്ട് മായ്ച്ചുകൊണ്ടിരുന്ന ഒരു പച്ച നമ്മുടെ മഷിത്തണ്ട്, ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അങ്ങ് ഒരു സൈഡിൽ നിന്ന് പിന്നെ കാട് പറിക്കാൻ തുടങ്ങിയിട്ടോ. പറിച്ചിട്ട് പിന്നെ എന്ത് ചെയ്താൽ തീരുന്നില്ല. എവിടുന്ന് പറിക്കണം, ഇടത്തുനിന്ന് പറിക്കണോ വലതുനിന്ന് പറിക്കണോ. നമ്മൾ ഒരിടയ്ക്ക് ഈ ഗാർഡൻ്റെ നടുക്ക് കുറച്ച് പുല്ലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ പീനട്ടിൻ്റെ പ്ലാന്റ് അത് ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വൃത്തിയായിട്ട് ആ ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. എന്തോരം പറിച്ചാലും തീരില്ല. ഇത് നല്ലൊരു നാടൻ യെല്ലോ ജമന്തിയാണ്. ഇപ്പോൾ പൂവൊന്നുമില്ല കേട്ടോ. ഒന്ന് വെട്ടിമനിയാക്കിയൊക്കെ നിർത്തേണ്ട ആവശ്യം കഴിഞ്ഞതാണ്. പിന്നെ ഇത് നമ്മുടെ ലില്ലിയാണ്. ചക്ക വീണിട്ട് എൻ്റെ സർവ്വ ഗ്രോ ബാഗും പൊട്ടി, എൻ്റെ ചെടിയും പോയി, ഡാലിയും പോയി, എല്ലാം പോയി. അങ്ങനെ പ്ലാവിലെ ചക്കയൊക്കെ തീർന്നോടുകൂടി നമ്മൾ ഇനിതാ ഇവിടെ നിന്നുള്ള അംഗം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അച്ചീമിനാസിൻ്റെ കുഞ്ഞൊരു പ്ലാന്റ് ഒരു 2 കൊല്ലം മുമ്പ് കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ അത് മൊത്തത്തിലങ്ങ് വളർന്ന് മൊത്തത്തിൽ അവിടെ മൊത്തം ഒരു കാടായിട്ടുണ്ട്. ഈ ഒരു ചെടിയൊക്കെ എൻ്റെ സൈഡിൽ കൂടെ എവിടെയൊക്കെയോ വന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഗാർഡനിൽ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു കറിവേപ്പ്. എൻ്റെ വീട്ടിലും ഉണ്ട് ഈ ഒരു കറിവേപ്പ്. ഇതിൻ്റെ അകത്ത് ഒരാവശ്യമില്ലാതെ അതേ കയറി കിടക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ നിത്യവഴുതന. ഇതിവിടെ നിന്നിട്ട് എന്താ കാര്യമെന്നും എനിക്കും അറിയില്ല കേട്ടോ. ഒരു തവണ പോലും ഇതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും പറിച്ച് ഇതുവരെ തോരൻ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തിനാ ഇതിവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ അവിടെ നിന്നോട്ടെ എന്നോർത്തോർത്ത് അതങ്ങനെ വളർന്നു വരുന്നു. ഈ അച്ചിമിനാസിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകണമെങ്കിൽ ഒരു വടി എന്തായാലും നിർബന്ധമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് കാട് പോലെ ആയിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ അച്ചിമിനാസിൻ്റെ പ്ലാന്റ്. ഈ കാട് കടന്നു പോകുന്ന വേറൊന്നും തേടിയിട്ടല്ല കേട്ടോ. ഒരു പെട്രിയുടെ പ്ലാന്റ് ഇതിൻ്റെ നടുക്ക് വെപ്പുണ്ട്. അടുത്ത കൊല്ലമെങ്കിലും പൂവാകുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കുഞ്ഞൊരു പ്ലാന്റ് കൊണ്ട് നട്ടതാണ് കേട്ടോ. എന്തായാലും വളർന്ന് എന്നേക്കാളും വലുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ കാടും മരമൊക്കെ ആയിട്ട് കിടക്കണ എൻ്റെ ഈ ഒരു കുഞ്ഞ് ഗാർഡനിൽ പൂക്കളായിട്ട് 1-2 റോസുകൾ മാത്രമുണ്ട് കേട്ടോ. ആകെ മൊത്തത്തിൽ ആശ്വാസം ഇത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കാട് പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് കാട് പറിക്കുക, എന്ത് പരിപാടിക്കായിട്ട് ഇറങ്ങിയാലും ഇവരെ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്താണെന്നറിയില്ല, അങ്ങ് ഉറക്കം വരില്ല കേട്ടോ. ഒരു ദിവസം ഒരു 10 എണ്ണത്തെങ്കിലും കാണുകയും ചെയ്യും, ഞാൻ കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം.